ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടും സർക്കാരിനെതിരെ വ്യാജ പ്രചാരണം തുടർന്ന് പ്രതിപക്ഷ നേതാവും ചില മാധ്യമങ്ങളും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടഞ്ഞത് വിവരാവകാശ കമ്മീഷനാണ്. സ്വകാര്യത കണക്കിലെടുത്ത് റിപ്പോർട്ട് രഹസ്യമായി സൂക്ഷിക്കണമെന്ന് ജസ്റ്റിസ് കെ ഹേമയും ആവശ്യപ്പെട്ടിരുന്നു. 4.5 വർഷക്കാലം ഇതുപോലത്തെ ഒരു റിപ്പോർട്ട് കയ്യിൽ വെച്ചത് പുറത്തു വയ്ക്കാതെ അതിനു മീതെ സർക്കാർ എന്തിനടയിരുന്നു എന്ന ചോദ്യമാണ്. സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് വൈകിപ്പിച്ചുവെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും ചില മാധ്യമങ്ങളുടെയും ആരോപണം. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവിന് അറിയാതിരിക്കാൻ തരമില്ല. 2019 ഡിസംബർ 31-നാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കപ്പെടുന്നത്. ഇതേ ജസ്റ്റിസ് കെ ഹേമ തന്നെ 2020 ഫെബ്രുവരി 19-ന് അന്നത്തെ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് ഒരു കത്ത് നൽകി. വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതിനാൽ റിപ്പോർട്ട് പുറത്തുപോകാതെ സർക്കാർ ഭദ്രമായി സൂക്ഷിക്കണമെന്നാണ് ഹേമയുടെ കത്തിലെ ഉള്ളടക്കം. പിന്നീട് റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടഞ്ഞ് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവും വന്നു. റിപ്പോർട്ടിൽ സ്വകാര്യ വിവരങ്ങൾ അടക്കമുള്ളതിനാൽ രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കണമെന്ന സമിതി അധ്യക്ഷ ജസ്റ്റിസ് കെ ഹേമയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ ഈ നിലപാട് സ്വീകരിച്ചത്. 2020 ജനുവരി 11-നാണ് മാധ്യമപ്രവർത്തകൻ വിവരാവകാശ പ്രകാരം റിപ്പോർട്ടിനായി അപേക്ഷ നൽകുന്നത്. ജനുവരി 22-ന് മറുപടി ലഭിച്ചു. തുടർന്ന് ഫെബ്രുവരി 3-ന് ആദ്യ അപ്പീലും ഫെബ്രുവരി 14-ന് രണ്ടാം അപ്പീലും നൽകി. തുടർന്ന് ജൂൺ 6-ന് ഹിയറിംഗ് നടത്തിയ ശേഷമാണ് റിപ്പോർട്ട് വിവരാവകാശ പ്രകാരം നൽകേണ്ടതില്ലെന്ന് വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വിൻസൻ എം പോൾ ഉത്തരവിട്ടത്. ഇത് വെളിപ്പെടുത്താൻ നിർവാഹമില്ല എന്ന് വിൻസൻ എം പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് ഗവൺമെന്റിന്റെ മുമ്പിൽ വന്ന ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ആ തീരുമാനം എടുക്കാൻ കഴിയുന്ന സന്ദർഭം അവിടെ വെച്ച് തന്നെ നഷ്ടപ്പെട്ടു. കാരണം ഇത് ഒരു കാരണവശാലും ഈ ഉത്തരവ് അവർ പുറപ്പെടുവിച്ചു കഴിഞ്ഞു, ഇത് പുറത്തുവിടാൻ പാടില്ല. ഒപ്പം ആ ഉത്തരവിൽ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഹേമ കമ്മിറ്റി ഇത് രഹസ്യമായി സൂക്ഷിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഉത്തരവ് എങ്ങനെയാണ് ഞങ്ങൾ പുറത്തുവിടാൻ പറ്റുന്നത്? 2024 ഉത്തരവ് തുടർന്ന് വന്ന ചെയർമാൻ അബ്ദുൾ ഹക്കീം ഓവർ റൂൾ ചെയ്താണ് റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ 2024 ജൂലൈ 6-ന് സർക്കാരിന് നിർദ്ദേശം നൽകിയത്. ഇക്കാര്യങ്ങളിൽ സർക്കാർ ചട്ടപ്രകാരം നടപടികൾ എടുത്തുവെന്ന കാര്യം വ്യക്തമാണ്. മാത്രമല്ല, ഇത്തരമൊരു കമ്മിറ്റിയെ നിയോഗിച്ചതു തന്നെ സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള തുറന്ന നിലപാടിൻ്റെ ഭാഗമാണ്. സിനിമാ രംഗത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ഇത്തരത്തിലൊരു കമ്മിറ്റിയെ നിയോഗിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാന സർക്കാർ കേരളമാണെന്ന് ജസ്റ്റിസ് കെ ഹേമ തന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.